നമ്മുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമായി തീരുന്നത് ദുരിതങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. എന്തുകൊണ്ട് നമ്മൾ മാത്രം ഈ ദുഃഖം ഇപ്പോഴും കെട്ടിച്ചുവന്നുകൊണ്ട് കിടക്കുന്നു? ഓർക്കേണ്ടവനെ ഓർക്കാതെ നടക്കുന്നത് കൊണ്ടാണ് വേണ്ടാത്തതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിതം നശിപ്പിക്കുന്നത്. സഭ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം മറ്റേതൊരു കാലഘട്ടത്തെക്കാളേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലത്തിന്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നിരന്തരം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടും നമുക്ക് ശക്തി കിട്ടാത്തത്? ശാലോം ടി വി തുടങ്ങാനുള്ള പ്രചോദനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞു. ചെറിയവനായിക്കൊണ്ട് വലിപ്പം പ്രകടിപ്പിച്ച ഒരു ദൈവത്തെയാണ് ദിവ്യകാരുണ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ ഒരു വ്യക്തി വളരുമ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ചെറുതായിത്തീരാനുള്ള വലിയ ശക്തി ദിവ്യകാരുണ്യം നൽകുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ ഒരുപാട് കലഹങ്ങൾ ഉണ്ടാകുന്നത് ചെറുതാകാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ജഡീക മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവണതയാണ് വലുതാകുക എന്നുള്ളത്. അവന് ചെറുതാകുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. ആത്മീയ മനുഷ്യന് മാത്രമേ, ആത്മീയ ശക്തിയുള്ളവന് മാത്രമേ ചെറുതാകാൻ സാധിക്കുകയുള്ളൂ. ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ചെറുതാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഭാര്യയുടെ മുമ്പിൽ ഒന്ന് ചെറുതാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മാതാപിതാക്കളുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലുമൊക്കെ ഒന്ന് ചെറുതാകാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിയുമായിരുന്നു. അപ്പോൾ യഥാർത്ഥമായ ദിവ്യകാരുണ്യ ഭക്തിയിൽ നമ്മൾ വളരുമ്പോൾ ഏറ്റവും ചെറുതായിക്കൊണ്ട് വലിപ്പം കാണിച്ച ഒരു ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിറയുമ്പോൾ അത് നമ്മളുടെ ബന്ധങ്ങളിലും സമുദായത്തിൻ്റെ ജീവിതത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ചെറുതാകാനുള്ള കൃപ നൽകണമേ കർത്താവേ. അങ്ങേപ്പോലെ അങ്ങ് മനുഷ്യനായി വീണ്ടും ഇതാ മനുഷ്യൻ്റെ ഒരപ്പമായി ഇത്രയേറെ നിസാരനായി തീരാൻ കഴിഞ്ഞ അങ്ങയുടെ വലിപ്പം, ആ ശക്തി എനിക്ക് നൽകണമേ എന്ന് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടത് ഈ ആത്മീയതയുടെ ചൈതന്യത്തിൽ നിലനിൽക്കുവാൻ ഏറെ ആവശ്യമായിട്ടുള്ളതെന്നാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കർത്താവിൻ്റെ വചനമാണ്: എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. നമുക്കറിയാം, കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവ് തൻ്റെ സ്മാരകമായിട്ട് നിലനിർത്താൻ വേണ്ടി വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഒരിക്കലും തൻ്റെ പേര് നിലനിർത്തണമെന്നോ മനുഷ്യരെ തന്നെ ആദരിക്കണമെന്നോ ഒന്നും കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ആളുകളെ കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടി ഒരു ടെക്നിക്കും കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും ഈ ലോകത്തിൽ നിന്നും താൻ എടുക്കപ്പെടേണ്ട സമയമായപ്പോൾ തന്നെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു സ്മാരകം തീർക്കുവാനായിട്ട് കർത്താവ് തിരുമനസ്സായി. എന്തിനു വേണ്ടിയാണ് കർത്താവ് എന്നെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് കർത്താവിനെ തന്നെ ഓർമ്മിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന എന്നുള്ള സ്മാരകം ഏർപ്പെടുത്താൻ ഇത്രയേറെ ശ്രദ്ധിച്ചത്? കർത്താവിനെ ഓർമ്മിക്കുന്നതിലൂടെ കർത്താവിന് എന്താ കിട്ടുക? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഓർമ്മകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ചെറുപ്പകാലത്ത് ഉണ്ടായ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഓർക്കുമ്പോൾ ആ വേദനയും വികാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണരുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെട്ട ഒരു നിമിഷം മനസ്സിലേക്ക് വരുമ്പോൾ അന്നത്തെ ഭയം വീണ്ടും മനസ്സിൽ നമ്മൾ ഉണരുന്നു. അതുപോലെ സന്തോഷം നൽകിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അതേ സന്തോഷത്തിൻ്റെ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണരാറുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒക്കെ രാഗത്തൊക്കെ നമ്മുടെ ഓർമ്മകളിലാണ് കാണാൻ സാധിക്കുക. അപ്പം ഞാൻ എന്താണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കുക എൻ്റെ മാനസികമായ ഭാവങ്ങളൊക്കെ. അപ്പം ഞാൻ ഓർക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എപ്പോഴും ദുഃഖകരമായ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. ഞാനൊരു ദുഃഖപുത്രിയും ദുഃഖപുത്രനുമായി മാറിയുള്ളൂ. ഞാൻ അതുപോലെ
പാപകരമായ സംഭവങ്ങളുടെ ഓർമ്മകളാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പാപത്തിൻ്റെ അടിമയായിട്ട് പോകും. എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും തകർച്ചകളും ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ ദുർബലനായിട്ട് തീരും. അപ്പം ഞാൻ എന്തോർക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമായി തീരുന്നത് ദുരിതങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. നമ്മളെക്കാൾ ദുരിതങ്ങൾ അഭിമുഖീകരിച്ച എത്രയോ പേർ ജീവിതത്തിൽ സന്തോഷമുള്ളവരും പ്രത്യാശയുള്ളവരുമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മാത്രം ഈ ദുഃഖം ഇപ്പോഴും കെട്ടിച്ചുമെന്നുകൊണ്ട് കിടക്കുന്നു? കാരണം ഇതാണ്, നമുക്ക് ഈ ദുഃഖകരമായ ഓർമ്മകൾ ഉപേക്ഷിക്കാനും സന്തോഷകരമായ കാര്യങ്ങൾ ഓർക്കാനുമുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരെക്കാൾ ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരല്ല എപ്പോഴും ദുഃഖിച്ചു നടക്കുന്നത്. മറിച്ച് ദുഃഖകരമായ സ്മരണകളെ കീഴടക്കാൻ കഴിയാത്തവരാണ് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓർമ്മകളിൽ കർത്താവ് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് അതിനുവേണ്ടി, അവിടുത്തെ ഓർമ്മിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു അമൂല്യമായ സ്മാരകം സ്ഥാപിച്ചു. അതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മനസ്സിൽ ഈശോ നിറഞ്ഞു നിൽക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അവൻ്റെ വാക്കുകള്, അവൻ്റെ പ്രവൃത്തികള്, അവൻ്റെ മഹത്വം, അവൻ്റെ രക്ഷ, അവൻ്റെ സ്നേഹം ഇത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഭൂമിയിലെ ദുരിതങ്ങൾ എന്നെയും നിങ്ങളെയും കീഴടക്കാൻ പര്യാപ്തമായി തീരുകയില്ല. പലപ്പോഴും പലരുടെയും ദുഃഖത്തിൻ്റെ കാരണം, വേദനയുടെ കാരണം കിട്ടാത്ത സ്നേഹമാണ്, കിട്ടാത്ത അംഗീകാരമാണ്, കിട്ടാത്ത അവസരങ്ങളാണ്. അതൊക്കെ ദുഃഖമായി നമ്മൾ തളർത്തിക്കളയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. മറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ഓർമ്മ നമ്മളിൽ നിറയുമ്പോൾ നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അനേക വ്യക്തികളെ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്തതിനാൽ എപ്പോഴും അതിനെക്കുറിച്ച് ദുഃഖിച്ചും പരാതി പറഞ്ഞും ജീവിക്കുന്നവർ, അധികാരികളെ പരിഗണിക്കാത്തതിൻ്റെ വിഷമങ്ങൾ പേറി തളർന്നു പോകുന്നവർ. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവർ ദൈവത്തിൻ്റെ പക്കലേക്ക് മുഖമുയർത്താത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ദൈവം വിശുദ്ധ കുർബാനയിൽ അവനെ പൂർണ്ണമായി നമുക്ക് തരികയാണ്. അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ അവൻ്റെ സ്നേഹം തന്നെ ബലിയായി നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുന്ന വ്യക്തി പിന്നെ അപ്പനിൽ നിന്ന് കിട്ടാത്ത സ്നേഹമോർത്ത് ദുഃഖിച്ച് നടക്കുകയില്ല, അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹമോർത്ത് ദുഃഖിച്ച് നടക്കുകയില്ല. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പേരിൽ പരാതി പറഞ്ഞ് ജീവിതം നശിപ്പിക്കുകയില്ല. കാരണം അവരിലൂടെ സ്നേഹിക്കുന്ന ദൈവം അവരിലൂടെ കിട്ടാത്ത സ്നേഹം പോലും അവൻ്റെ സാന്നിധ്യത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, അരൂപിയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ നമുക്കാർക്കും പരാതി പറയാൻ അവകാശമില്ല പ്രിയപ്പെട്ടവർ സ്നേഹിച്ചില്ല എന്നുള്ളത്. കാരണം ആ കുറവെല്ലാം നികത്താൻ ദൈവം തൻ്റെ സ്നേഹം മുഴുവനും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് തരുന്നുണ്ട്. നമ്മളത് അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ് സങ്കടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്. എത്ര നഷ്ടം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എത്ര കുറവുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എത്ര വലിയ നൊമ്പരങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിച്ചറിയുമ്പോൾ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും, പുതിയൊരു വ്യക്തിത്വം നമുക്ക് നൽകുമെന്നുള്ള ഉറപ്പാണ്. അപ്പൊ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി, അവൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ശക്തിയുടെ, മഹത്വത്തിൻ്റെ ഓർമ്മയ്ക്കായി അവിടുന്ന് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പുതിയ ജീവിതമായിട്ട് രൂപാന്തരപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഓർക്കേണ്ടവനെ ഓർക്കാതെ നടക്കുന്നത് കൊണ്ടാണ് വേണ്ടാത്തതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിതം നശിപ്പിക്കുന്നത്. ഓർക്കേണ്ടവനെ ഓർക്കാൻ പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിലെ ദുരിതങ്ങളുടെ മുകളിൽ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ നമ്മൾ പ്രാർത്ഥിക്കണം,
നടക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൽ നിന്നും അകറ്റുന്ന, എൻ്റെ സന്തോഷം കെടുത്തുന്ന, എന്നെ തളർത്തിക്കളയുന്ന സ്മരണകളിൽ നിന്നും എനിക്ക് വിടുതൽ കിട്ടുവാനും എപ്പോഴും കർത്താവിനെ ഓർത്ത് ജീവിക്കാനുള്ള ഒരു കൃപ കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഒരുക്കത്തോടുകൂടി ശരിയായ ബോധ്യപ്പെട്ട് സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ട്. അത് സംതൃപ്തിയാണ്. അസംതൃപ്തിയാണ് ജീവിതത്തിൽ ആസക്തി വളർത്തുന്നത്. അസംതൃപ്തിയുള്ള ഹൃദയത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ട്രാക്ക് എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അംഗീകാരം കിട്ടാത്തവൻ അംഗീകാരത്തിന് വേണ്ടി ഓടി നടക്കും. സ്നേഹം കിട്ടാത്തവൻ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കും. പരിഗണനയ്ക്ക് വേണ്ടി ഓടി നടക്കും. അവന് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുകയില്ല. അനേകരുടെ ജീവിതം ട്രാക്ക് തെറ്റിപ്പോകുന്നത് ഉള്ളിൽ കിടക്കുന്ന ഈ അസംതൃപ്തിയാണ്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി വഴികൾ വിട്ടുപോകുന്നു. ദൈവത്തിൻ്റെ വഴികൾ വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇല്ലാതാകണമെങ്കിൽ, പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഹൃദയത്തിൽ സംതൃപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. ഈ സംതൃപ്തി നമുക്ക് കിട്ടുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുത്തിട്ടല്ല, മറിച്ച് ദൈവത്തെ നേടിയെടുത്തുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഹൃദയം നിറയുമ്പോഴാണ്. ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ എൻ്റെ ഹൃദയത്തെ സംതൃപ്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന അവൻ്റെ സാന്നിധ്യം ഉള്ളിൽ വസിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു നിറവുണ്ട്. ആ നിറവുള്ളപ്പോൾ പിന്നെ ആസക്തികളിലേക്ക് പോകുകയില്ല. അവൻ്റെ സാന്നിധ്യം നൽകുന്ന, സ്നേഹം നൽകുന്ന സംതൃപ്തി നമ്മളെ സ്വതന്ത്രമായ ഒരു ഹൃദയമുള്ളവനാക്കി മാറ്റും. അംഗീകാരത്തിന് വേണ്ടി ഓടാൻ തോന്നില്ല, സ്നേഹത്തിന് വേണ്ടി ഓടാൻ തോന്നുകയില്ല. നമുക്ക് കരുത്ത് കിട്ടുന്നത് ഈ സംതൃപ്തിയാണ്. ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് വിശുദ്ധ കുർബാനയെ യോഗ്യതയോടുകൂടി, ഒരുക്കത്തോടുകൂടി സ്വീകരിച്ച് കഴിയുമ്പോഴാണ്. ഇതൊരാശയമായി നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ പരീക്ഷിച്ച് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ആഗ്രഹത്തോട് വരുമ്പോൾ നമ്മൾ ഈ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി എന്തെല്ലാം കോഴ്സുകളാണ് നടത്താറുള്ളത്, എന്തെല്ലാം തരത്തിലുള്ള അറിവുകൾ നേടി, എന്തെല്ലാം ടെക്നിക്ക് ഉപയോഗിച്ചാലും പ്രിയപ്പെട്ടവരെ വ്യക്തിത്വം വികസിക്കുകയില്ല, ഉപരിപ്ലവമായ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ആന്തരികമായ ഒരു പുനഃസൃഷ്ടി, വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോഴാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ദൈവം നമ്മളുടെ ഹൃദയങ്ങളോട് പറയുന്നത് ഒരു കാണും, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഔഷധമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ എല്ലാ നഷ്ടങ്ങളും പരിഹരിക്കുന്ന, നമ്മുടെ എല്ലാ ദുരിതങ്ങളും പരിഹരിക്കുന്ന അമൂല്യമായ ഔഷധമാണ് ഈ വിശുദ്ധ കുർബാന. ഇതിനെ നമ്മൾ അശ്രദ്ധയോടെ അവഗണിച്ചാൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായി തീരുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളെപ്പോഴും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ആത്മീയമായ ഉണർവ് കിട്ടാൻ, ആത്മീയമായ വളർച്ച കിട്ടുവാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഇഷ്ടം പോലെ ധ്യാനങ്ങൾ, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ കൺവെൻഷനുകളുണ്ട്, അതുപോലെ തന്നെ എന്തുമാത്രം ആത്മീയ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇതുപോലെ പുസ്തകങ്ങളൊന്നുമില്ല, ബൈബിൾ പോലും ഈ രൂപത്തിലില്ല. പ്രിയപ്പെട്ടവരെ, കൺവെൻഷനില്ല, ധ്യാനമില്ല, ഒന്നുമില്ല. ഇതുപോലെ ഫോർമലായിട്ടുള്ള കാറ്റഗിസം പോലുമില്ല. ഇതൊന്നുമില്ലാത്ത ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു. അവരുടെ ക്രിസ്തീയ ജീവിതം എത്രമാത്രം ശക്തമായിരുന്നു. യേശുവിന് വേണ്ടി മരിക്കാൻ പോലും അവർ തയ്യാറായില്ലേ? പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങിയില്ലേ? യേശുവിൻ്റെ സാക്ഷിയായിക്കൊണ്ട് അവർ ജീവിച്ച കാലഘട്ടങ്ങളെ ഇളക്കി മറിച്ചില്ലേ? രാഷ്ട്രങ്ങളെ ഇളക്കി മറിച്ചില്ലേ? എവിടെ നിന്നാണ് അവർക്ക് ശക്തി കിട്ടിയത്? എവിടെ നിന്നാണ് അവർക്ക് ആത്മീയ ഊർജമുണ്ടായിരുന്നത്? നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ആ നൂറ്റാണ്ടുകളിൽ ആകെ ഉണ്ടായിരുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലൂടെയാണ് അവർ ജീവിതം കണ്ടെത്തിയത്. വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ടാണ് അവർ കൊലക്കളത്തിലേക്ക് പോലും നയിക്കപ്പെട്ടപ്പോഴും പിന്തിരിയാതെ ജീവിച്ചവർ. നമുക്കിന്ന് ഇത്രമാത്രം ആത്മീയമായിട്ടുള്ള ഉണർവുകളൊക്കെ കിട്ടിയാലും പെട്ടെന്നൊരു ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ വാടിപ്പോവുകയാണ്. നമുക്ക് യേശുവിന് വേണ്ടി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കാനുള്ള ശക്തിയില്ല. നമ്മളൊരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട്
അവർക്ക് വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ ആ ക്രിസ്തു അനുഭവം, ആ ശക്തി നമുക്കിപ്പോഴും സ്വന്തമാക്കി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അവിടെ എല്ലാം ഉണ്ട്, അവിടെയാണ് എല്ലാം ഉള്ളത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, കാലത്തിൻ്റെ പ്രയാണത്തിൽ തിരുസഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് എന്ന്. നമ്മുടെ സ്ഥാപനങ്ങളല്ല, നമ്മുടെ മറ്റെല്ലാ സംവിധാനങ്ങളുമല്ല. സഭയുടെ ശക്തിയുടെ കേന്ദ്രം, സഭയുടെ ശക്തിയുടെ രഹസ്യം, സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അനേക വർഷങ്ങളായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അതിനാനുപാതികമായ ഒരു ശക്തിയിലേക്ക് നമുക്ക് വളരാൻ കഴിയാത്തതിൻ്റെ കാരണം വിശുദ്ധ കുർബാനയെ ശരിയായ രീതിയിൽ സമീപിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ ഒരു വർഷം നിരന്തരമായ ധ്യാനത്തിലൂടെ, ചിന്തകളിലൂടെ, പഠനത്തിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരുപാട് ബോധ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോധ്യങ്ങൾ കിട്ടിയതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമെന്നില്ല. അറിവ് കിട്ടിയതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ മാറ്റണമെന്നില്ല. അറിവ് അനുഭവമായി തീരണമെങ്കിൽ, ബോധ്യങ്ങൾ ജീവിക്കണമെങ്കിൽ അത് ഉന്നതത്തിൽ നിന്നുള്ള കൃപ ആവശ്യമാണ്. ആ കൃപയുണ്ടെങ്കിലാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കിട്ടിയ ബോധ്യങ്ങളെ ജീവിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അനുഭവത്തിൽ വളരാൻ, ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിവിനെ അനുഭവമാക്കി മാറ്റാൻ, ബോധ്യങ്ങളെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ, ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടാൻ വേണ്ടി ഇന്നത്തെ ഇനിയുള്ള നിമിഷങ്ങളിലെല്ലാം ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് മരിക്കേണ്ടവരല്ല. ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ചില പദ്ധതികളും സ്വപ്നങ്ങളുമുണ്ട്. ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതികളും സ്വപ്നങ്ങളും തീർന്നാൽ പിന്നെ ആ വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുകയില്ല. നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ, ഇനിയും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ അവശേഷിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണത്. അതുകൊണ്ട് എനിക്ക് പ്രായമായി പോയി, അല്ലെങ്കിൽ എനിക്ക് രോഗമായി പോയി, എൻ്റെ നല്ല കാലം കഴിഞ്ഞു, ഇനി എന്നെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് നിന്നെ കൊണ്ട് പ്രയോജനം തീർന്നാൽ നീ പിന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഇനിയും ചിലതൊക്കെ ചെയ്യാനുണ്ട്. നിന്നിലൂടെ ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ എന്താണെന്ന് നീ തിരിച്ചറിയണമെങ്കിൽ, അതൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ നിനക്കവൻ്റെ ശക്തി വേണം, നിനക്കവൻ്റെ സാന്നിധ്യം വേണം. അല്ലാതെ നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് ഒരിക്കലും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ മാനുഷികമായി നിന്റെ ഊർജം വറ്റിപ്പോയൊരവസ്ഥയിലായിരിക്കാം. മാനുഷികമായി നിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. മാനുഷികമായി ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലിൽ നീ ജീവിക്കുകയായിരിക്കാം. പക്ഷേ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന കർത്താവ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടും. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഏലിയാ പ്രവാചകന്റെ ജീവിതമാണ്. 1 രാജാക്കന്മാർ 19 ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ നമുക്കറിയാം ശക്തനായ പ്രവാചകനാണ്. 400ഓളം വരുന്ന ബാലിന്റെ പ്രവാചകരെ കാർമൽ മലയിൽ ഒറ്റയ്ക്ക് നേരിട്ടവനാണ്. ഇസ്രായേൽ മുഴുവനും വഴിതെറ്റിപ്പോയപ്പോൾ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി നിലപാടെടുത്ത ശക്തനായവനാണ്. തൻ്റെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ആഹാബിന്റെ മുമ്പിൽ സത്യദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് വെല്ലുവിളിച്ചവനാണ്. പക്ഷേ ഒരു നിമിഷം വന്നപ്പോൾ ജസബൽ രാജ്ഞിയുടെ ഭീഷണിക്ക് മുമ്പിൽ അവൻ തളർന്നുപോയി, അവൻ ഭയപ്പെട്ടു പോയി. അവൻ അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മരുഭൂമിയിലേക്ക് ഒരോട്ടമോടി. ഒരു ദിവസം മുഴുവൻ ഓടിയിട്ട് മരുഭൂമിയിൽ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ കിടന്ന് അവൻ തളർന്നു കിടന്നുറങ്ങുക. ഉറങ്ങുന്നതിന് മുമ്പ് പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവേ, എനിക്ക് മടുത്തു, എനിക്കിനി ജീവിക്കണ്ട, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് അവൻ തളർന്നു കിടന്നുറങ്ങുകയാണ്. ശക്തനായ പ്രവാചകനായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇതാ അവൻ തളർന്ന് ജീവിക്കണ്ട, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, വഴിമുട്ടി തകർന്നവനായി അവൻ കിടക്കുകയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും, ഒരുപാട് ശക്തി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ തളർന്നു പോകാം, നമ്മൾ ദുർബലരായി തീരാം, എപ്പോൾ വേണമെങ്കിലും വീണു പോകാം. ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത്.
അപ്പോൾ അവനെ സംബന്ധിച്ച് ഹോപ്പ്ലെസ് ആയ ജീവിതം, ഇനി ഒന്നും ചെയ്യാനില്ലാത്ത രീതിയിൽ മടുപ്പ് അവൻ അനുഭവപ്പെട്ടു, ശക്തി വറ്റിപ്പോയ അനുഭവം ഉണ്ടായി. എന്നാൽ ആ വാടാമൾച്ചെടിയുടെ തണലിൽ അവൻ തളർന്നുറങ്ങുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ വിട്ടുകൊണ്ട് അവനെ തട്ടി ഉണർത്തി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ ഉണർന്നപ്പോൾ അവൻ്റെ തലയ്ക്കെടുത്ത് ഇതാ ചുടുകല്ലിൽ അപ്പോൾ ചുട്ടെടുത്ത അപ്പവും വെള്ളവും. ദൈവദൂതൻ നിർബന്ധിച്ച് ഇവനെ കഴിപ്പിക്കുകയാണ് ഈ അപ്പവും വെള്ളവും. വിശുദ്ധ കുർബാനയുടെ മനോഹരമായ ഒരു പ്രതീകമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ദൈവം കൊടുത്ത ഈ അപ്പവും വെള്ളവും കഴിച്ച് അവൻ ശക്തി ആർജിക്കുന്നു. പിന്നീട് 40 തളർന്നവൻ, വഴിമുട്ടിയവൻ, ഹോപ്പ്ലെസ് ആയവൻ ആ അപ്പവും വെള്ളവും കഴിച്ചപ്പോൾ പിന്നീട് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലൂടെ രാവും പകലും തളരാതെ നടന്ന് അവൻ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ശക്തി അവൻ വീണ്ടെടുത്തു. പിന്നീട് എന്താണ് ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എനിക്ക് മതിയായി, എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ പ്രവാചകൻ പിന്നീട് 2 രാജ്യങ്ങളുടെ രാജാക്കന്മാരെ കണ്ടെത്തി അഭിഷേകം ചെയ്യാണ്. സിറിയയുടെ രാജാവിനെയും ഇസ്രായേലിന്റെ ഭാവി രാജാവിനെയും കണ്ടെത്തി അഭിഷേകം ചെയ്തു. മാത്രമല്ല തൻ്റെ പിൻഗാമിയായി ഏലീശായെ കണ്ടെത്തി അവന് ട്രെയിനിങ് കൊടുത്ത് അവനെ അഭിഷേകം ചെയ്തു. അവൻ്റെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ പിന്നെയാണ് അവൻ ചെയ്തത്. ഒരിക്കൽ വഴിമുട്ടിപ്പോയി തളർന്നു, ഇനി ഒന്നും ഗതിയില്ല, പ്രത്യാശയില്ല എന്ന് പറഞ്ഞവൻ ദൈവം കൊടുത്ത അപ്പവും വെള്ളവും കഴിച്ചപ്പോൾ അവൻ സടകുടഞ്ഞെഴുന്നേറ്റു. അവൻ അതുവരെയും ചെയ്യാത്ത വലിയ കാര്യങ്ങൾ ചെയ്തു. അവൻ്റെ ജീവിതം വീണ്ടും മഹത്വമുള്ളതായി തീർന്നു. ഇതാണ് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തളർന്ന് വീഴുമ്പോൾ, മുന്നോട്ട് പോകാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ എങ്ങനെ ഏലിയാ പ്രവാചകന് സ്വർഗം അപ്പവും വെള്ളവും കൊടുത്ത് ശക്തിപ്പെടുത്തിയോ, അതുപോലെ ഇതാ കർത്താവ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകുകയാണ്. അത് യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അതേ മാറ്റം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതം തീർന്നു എന്ന് കരുതുന്നവന് ഇനിയും മുന്നോട്ട് പോകാനുള്ള വെളിച്ചവും ശക്തിയും ഊർജവും ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിരിക്കുന്ന ജീവിതം വിലയേറിയതാണ്. നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിവസവും വിലയേറിയതാണ്. നമ്മുടെ ഭാവി വിലയേറിയതാണ്. കർത്താവ് നമ്മളിലൂടെ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്നെ എന്തിനു വേണ്ടിയാണോ ദൈവമേ നീ സൃഷ്ടിച്ചത്, എന്നെ എന്തിനു വേണ്ടിയാണോ ദൈവമേ നീ നിയോഗിച്ചിരിക്കുന്നത്, അത് പൂർത്തീകരിക്കുവാൻ നീ എനിക്ക് ശക്തിയായി തീരണമേ എന്നുള്ള പ്രാർത്ഥന ഓരോ വിശുദ്ധ ബലിയിലും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ കുർബാനകൾ നമ്മളെ രൂപാന്തരപ്പെടുത്തും. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അതിന് തൊട്ടു മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് അവിടുന്ന് അറിഞ്ഞു. പെസഹാ തിരുനാളിന് മുമ്പ് അവിടുന്ന് അറിഞ്ഞു. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാചകമാണിത്. താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് അവൻ അറിഞ്ഞു. ഈ അറിവിന് വളരെ പ്രാധാന്യമുണ്ട്. പെസഹാ തിരുനാളിന് മുമ്പ് തൻ്റെ സമയത്തിൻ്റെ പ്രത്യേകത കർത്താവ് തിരിച്ചറിഞ്ഞു. ഇനി വേറൊരു പെസഹായിക്ക് താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്ന് ഈശോ മനസ്സിലാക്കിയപ്പോൾ അവൻ ചെയ്തതെന്താണ്? അവൻ പരമപ്രധാനമായ അവൻ്റെ സ്മാരകമായ ആ വിശുദ്ധ കുർബാന ആ തിരുനാളിൽ സ്ഥാപിച്ചു. അതേ സമയത്ത് കർത്താവിന് താൻ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ള തിരിച്ചറിവ് കിട്ടിയില്ല എന്ന് വിചാരിക്കും. അപ്പം എന്ത് സംഭവിക്കും? മാനുഷികമായിട്ടാണ് ചിന്തിച്ചെങ്കിൽ വിചാരിക്കും, അപ്പോസ്തലന്മാരൊന്നും വേണ്ടതുപോലെ വളർന്നിട്ടില്ല, അവർ കുറച്ചുകൂടി മച്യൂർഡ് ആകാനുണ്ട്, അതുകൊണ്ട് 1 വർഷം കൂടെ കഴിയട്ടെ, അടുത്ത വർഷത്തെ പെസഹായിക്ക് കുർബാന സ്ഥാപിക്കാം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാമായിരിക്കും. എന്നാൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് തൻ്റെ സമയമറിഞ്ഞ്, തൻ്റെ സമയത്തിൻ്റെ ചുരുക്കം മനസ്സിലാക്കി താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കുകയാണ്. നമ്മൾ ഓർമ്മിക്കുക, സമയമറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള വലിയ ഒരു കൃപ ദൈവം നമുക്ക് നൽകുകയാണ്. സമയത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം.
ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 വചനം നിങ്ങൾ വായിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴെ സകലതിനും ഒരു സമയമുണ്ട് എന്ന്. അപ്പൊ സകലതിനും ഒരു സമയമുണ്ട്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്ന് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തത് കൊണ്ട് എത്ര പേര് ദുഃഖിച്ച് നടക്കുന്നുണ്ട്. മക്കൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് എത്ര കുടുംബങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ, ചെയ്യേണ്ടത് ചെയ്യാതെ, സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ അലസതയിൽ ഉഴപ്പി ജീവിക്കുന്നതിലൂടെ എത്രയോ ജീവിതങ്ങൾ നിരർത്ഥകമായി തീരുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മളെ പഠിപ്പിക്കുകയാണ്, സമയമറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിലും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ സമയമായിരിക്കുന്നു. കർത്താവ് സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് അവിടുന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അനശ്വരമായ ഈ സ്മാരകം അവനെ ഓർമ്മിക്കുവാൻ ഇന്ന് സഭയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിലുമില്ലാത്ത വിധത്തിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുക. സഭ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം മറ്റേതൊരു കാലഘട്ടത്തെക്കാളേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ഈ സമയത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ഇതിനെ നേരിടുവാൻ വിശുദ്ധ കുർബാനയിലൂടെ ശക്തി ആർജിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തിൽ പാപം പെരുകിയപ്പോൾ ദൈവം ലോകത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. നമുക്കറിയാം, നോഹയും കുടുംബത്തെയും സേവ് ചെയ്തുകൊണ്ട്. പാപം പെരുകി കഴിയുമ്പോൾ ശിക്ഷാവിധി സ്വാഭാവികമായിട്ട് അവിടെ വരുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമുക്കറിയാം, സോദോം ഗൊമോറയുടെ കഥ പഠിക്കുമ്പോൾ അവിടെയും പാപം പെരുകി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും എല്ലാം ഇറക്കി നശിപ്പിച്ചു. എന്നാൽ ഇന്ന് പിന്നീട് ഇസ്രായേൽക്കാരുടെ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴൊക്കെ താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിരുന്നിട്ട് പോലും ജനം പാപത്തിന്റെ മുമ്പിൽ പാപം പെരുകി കഴിയുമ്പോൾ ആ ജനതയെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് ലോകം മുഴുവനും പാപം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, തിന്മ പെരുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവം സൈലന്റ് ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു ശിക്ഷാവിധി നടപ്പാക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം ലോകത്തെ നശിപ്പിക്കാത്തത്? അതിൻ്റെ ഉത്തരമായി ആത്മീയ ചിന്തകർ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, വിശുദ്ധ കുർബാന. നിരന്തരമായി സഭ മുഴുവനിലും 4 ലക്ഷത്തിലധികം വരുന്ന വൈദികര് അർപ്പിക്കപ്പെടുന്ന ഈ നിരന്തരമായ ദഹനബലി, അതാണ് ദൈവത്തിൻ്റെ കരുണയെ ഈ ലോകത്തിലേക്ക് ആകർഷിക്കുന്നത്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, കാൽവരിയിലെ ബലിയിലെ അതേ മൂല്യം തന്നെയാണ് ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ഓരോ ബലിക്കുമുള്ളത്. കർത്താവിൻ്റെ ബലി ദൈവത്തിൻ്റെ പിതാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. കർത്താവിൻ്റെ കോപത്തെ നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസവും ഈ ലോകത്തിന് നീട്ടിക്കിട്ടുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ഇല്ലാതായാൽ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ഈ നിലവിളി ഇല്ലാതായാൽ ലോകം പൂർണ്ണമായ അന്ധകാരത്തിലേക്ക് പോകുമെന്ന് അനേകരുടെ പ്രവചന ഗ്രന്ഥങ്ങളിലൂടെ അല്ല നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ലോകത്തെ നിലനിർത്തുന്നത്, ഇന്ന് ലോകത്തെ ശക്തിപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ ക്രോധത്തെ തടഞ്ഞു നിർത്തുന്നത് വിശുദ്ധ കുർബാനയാണെന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകാൻ, നാടിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകാൻ, രാഷ്ട്രത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകാൻ വിശുദ്ധ കുർബാനയെ യോഗ്യതയോടുകൂടി അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട 3 ചിന്തകൾ കൂടി ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് നിരന്തരം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടും നമുക്ക് ശക്തി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്? പ്രധാനമായും എനിക്ക് തോന്നുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വേണ്ടത്ര ഒരുക്കമില്ലാതെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. എന്തുമാത്രം ഒരുങ്ങുന്നുവോ അത്ര അധികമായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കാം. നമ്മൾ വളരെ കാഷ്വലായിട്ട്, വളരെ ലാഘവബുദ്ധിയോടെ ഒരു ചടങ്ങ് പോലെ നമ്മൾ പള്ളിയിൽ പോകുന്നു, കുർബാന അർപ്പിക്കുന്നു, പോകുന്നു. അതിൽ നിന്നും ഒരു ശക്തി സ്വീകരിക്കാൻ പറ്റാത്തത് ഒരുക്കമില്ലാത്തതുകൊണ്ടാണ്. ഒരുക്കമില്ലാത്തത് എന്തുകൊണ്ടാണ്? വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട്, റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രി വരുവാണ്, പ്രധാനമന്ത്രി വരികയാണ് നമ്മുടെ ജീവിതത്തിൽ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഒരുക്കവും ടെൻഷനും ആയിരിക്കും നമുക്കില്ലേ? പക്ഷേ സർവശക്തനായ ദൈവത്തെ സ്വീകരിക്കാൻ വളരെ ലാഘവബുദ്ധിയോടെ നമ്മൾ പോകുന്നത്
കുർബാന എന്താണെന്നും കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പഠനത്തിലൂടെ നമുക്ക് ആ ബോധ്യങ്ങളെല്ലാം കിട്ടി. ആ ബോധ്യങ്ങളെ നമ്മൾ ആഴപ്പെടുത്തിക്കൊണ്ട് ആ ബോധ്യങ്ങളിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് ഈ ദിവികാരുണ്യ കോൺഗ്രസിലൂടെ കർത്താവ് തരും എന്ന് നമുക്ക് ഉറച്ച് പ്രത്യാശിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുർബാന അർപ്പിക്കുന്നതിന് പകരം കുർബാനയുടെ കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാഴ്ചക്കാരായി നിൽക്കാനുള്ള ഒന്നല്ല, അർപ്പിക്കാനുള്ളതാണത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളിലും സജീവമായി പങ്കുചേരാൻ കഴിയാത്തത് കൊണ്ടാണ് കുർബാനയുടെ ശക്തി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നമ്മൾ കർത്താവിനെ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കുർബാന സ്വീകരണത്തിൻ്റെ ശക്തി കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം. നിങ്ങൾ മെഡ്ജുഗോറിയയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. 1981 മുതൽ പരിശുദ്ധ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരിക്കൽ ആ 5 കുട്ടികളിൽ ഒരാളായ മരിയയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളിൽ ഒന്ന് ഇതാണ്: എൻ്റെ മക്കള് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എൻ്റെ പുത്രനെ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവപുത്രനെയോട് അവരൊന്നും മിണ്ടാൻ കൂട്ടാക്കാറില്ല. അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാകാറില്ല. അടുത്ത നിമിഷങ്ങളിൽ തന്നെ, കുർബാന സ്വീകരണത്തിൻ്റെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ അവനെ മറന്നു പോകുന്നു. ഒരു 10 മിനിറ്റെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എൻ്റെ മക്കൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്ന യേശുവിനോട് മിണ്ടിയിരുന്നെങ്കിൽ, അവനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ മക്കളുടെ ജീവിതം അത്ഭുതകരമായി രൂപാന്തരപ്പെടുമായിരുന്നു. അവർക്ക് മറ്റൊന്നിൻ്റെയും കുറവുണ്ടാകില്ല എന്ന് പരിശുദ്ധ അമ്മ മരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ധ്യാനിക്കേണ്ട ഒരു മെസ്സേജാണിത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള 1 മണിക്കൂർ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കും. 2 മണിക്കൂർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥിച്ചിരിക്കാൻ വേണ്ടി ചെലവഴിക്കും. ആ 2 മണിക്കൂർ അദ്ദേഹത്തെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. അത് വലിയ നിർബന്ധമാണ്. കുർബാന അർപ്പിക്കാൻ 1 മണിക്കൂർ, കുർബാനയ്ക്ക് ശേഷം ധ്യാനിക്കാൻ 2 മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചിട്ടുള്ള വിശുദ്ധാത്മാക്കളുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ കുർബാന അർപ്പിക്കുക മാത്രമല്ല, കുർബാന അർപ്പണത്തിന് ശേഷം ഉള്ളിലേക്ക് വന്ന കർത്താവിനെ ആരാധിച്ച് സമയം ചെലവഴിക്കുന്നവരാണ്. കുർബാനയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നവരാണ്. അവരൊക്കെയാണ് ശക്തരായി തീർന്നത്. അവരൊക്കെയാണ് സഭയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തത്. അവരിലാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പോരാ, ഉള്ളിലേക്ക് വരുന്ന കർത്താവിനെ ആ ദിവസം മുഴുവനും ധ്യാനിക്കണം. അവൻ നമ്മളോട് സംസാരിക്കും. അവൻ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. അവൻ നമ്മളെ സുഖപ്പെടുത്തും. നമ്മുടെ ആവലാദികളും സങ്കടങ്ങളും ഒക്കെ പറയേണ്ടത് അവനോട്, നാട്ടുകാരോടല്ല. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഓടി ആരുടെയെങ്കിലും എടുത്തു പോയി അതൊക്കെ ഷെയർ ചെയ്യും. അവരുടെ ഒരു ആശ്വാസവും അവരുടെ ഒരു സ്നേഹവും സഹതാപവും ഒക്കെ കിട്ടുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി അത് വേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഒരിക്കലും വിഷമങ്ങൾ വരുമ്പോൾ മനുഷ്യരുടെ പക്കലേക്ക് ഓടാറില്ല, അവരുടെ സമാശ്വാസത്തിന് വേണ്ടി പോകാറില്ല. മറിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലും. അവൻ്റെ മുമ്പിലിരിക്കും. അവൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. ഷാലോം TV തുടങ്ങുവാനുള്ള പ്രചോദനം എനിക്ക് കിട്ടിയത് വിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഷാലോം മാസിക 30 വർഷം മുമ്പ് ആരംഭിച്ചത് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഒരു ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രചോദനം കർത്താവ് എനിക്ക് തന്നത്. സൺഡേ ഷാലോം പത്രം തുടങ്ങി. ഇതൊന്നും മാനുഷികമായിട്ട് ആലോചിച്ചോ ചർച്ച ചെയ്തോ തുടങ്ങിയതല്ല. ഇതൊന്നും കാരണം മലബാറിലൊരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇത്. പക്ഷെ അവൻ്റെ മുമ്പിൽ ശാന്തമായിരുന്നപ്പോൾ, അവനെ ഉള്ളിൽ സ്വീകരിച്ചിരുന്നപ്പോൾ, അവനുള്ളിലിരുന്ന് പ്രചോദനം നൽകി, അവൻ സ്വപ്നങ്ങൾ നൽകി, അവൻ ആവേശം നൽകി, അവൻ ശക്തി നൽകി. അതുകൊണ്ടാണ് ഷാലോം TVയും ഷാലോം പത്രവും ഷാലോം മാസികകളും എല്ലാം ആരംഭിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നത്. ഷാലോം TV തുടങ്ങാനുള്ള പ്രചോദനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: കർത്താവേ, ഷാലോമിൻ്റെ ഓഫീസിൽ വിശുദ്ധ കുർബാന വേണം, ഞങ്ങൾക്കൊരു ചാപ്പൽ വേണം. പക്ഷെ അൽമായർ മാത്രം ശുശ്രൂഷ ചെയ്യുന്നൊരു സ്ഥലത്ത് അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്പൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതൊരു അചിന്ത്യമായിരുന്നു കേരളത്തിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയായിരുന്നു പിതാക്കന്മാരോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാഗ്യസ്മരണാർഹനായ
ഗിവറീസ് മാർ ദേവനാസ്യൂസ് പിതാവ്, ബത്തേരിയ രൂപതാധിഷ്ഠനായിരുന്ന പിതാവ് അന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ കാര്യം പറഞ്ഞു. പിതാവേ, കർത്താവ് ഇങ്ങനെ TV ചാനൽ തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് വെല്ലുവിളിയുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമം വരുമ്പോൾ ഓടിയെത്താൻ ഞങ്ങൾക്കിവിടെ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. ഞങ്ങൾക്ക് തനിയെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പിതാവ് അല്പനേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. നിങ്ങൾ ഉടനെ എൻ്റെ സ്ഥലം ശരിയാക്കിക്കോ, ഞാൻ കൂദാശ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാലോമിൻ്റെ ഓഫീസിൽ ആദ്യത്തെ ചാപ്പൽ തുടങ്ങി. ഇന്ന് ഷാലോമിൻ്റെ ഓഫീസിൽ 4 ചാപ്പലുകളുണ്ട്. 4 ചാപ്പലുകളിലും ഫുൾ ടൈം ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഓരോ മാസവും ഭീമമായ തുക വേണം ഈ മിനിസ്ട്രി നിലനിൽക്കണമെങ്കിൽ. പലപ്പോഴും ശമ്പളം കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഒരിക്കലും ഉണ്ടാകാറില്ല. പക്ഷെ ഒരിക്കലും ശമ്പളം മുടങ്ങാറില്ല. 25 വർഷമായിട്ടും എല്ലാ പ്രതിസന്ധി വരുമ്പോഴും, ചിലപ്പോൾ വലിയ ക്രൈസിസ് വരുമ്പോൾ ഓഫീസിലെ മുഴുവൻ ജോലികളും വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരുമിച്ച് ചേരും. ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ ശാലോം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന നിലവിളിക്ക് ഉത്തരമായി അവൻ്റെ പരിപാലന ശാലോമിൻ്റെ മേൽ വെളിപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ യാതനകളിൽ നിങ്ങൾ അവൻ്റെ പക്കലേക്ക് ഓടണം. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉള്ളിലേക്ക് വരുന്ന കർത്താവിനോട് സംസാരിക്കണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ മുറിവുകൾ ഉണക്കും. നിങ്ങളുടെ തളർന്നുപോയ ജീവിതത്തെ ബലപ്പെടുത്തും. അവൻ നിങ്ങളെ അത്ഭുതകരമായി രൂപാന്തരപ്പെടും. എങ്ങനെയെങ്കിലും ജീവിക്കാതെ ദൈവം തന്നിരിക്കുന്ന അവശേഷിച്ച ആയുസ് ദൈവം മഹത്വപ്പെടുത്തക്ക വിധത്തിൽ ജീവിക്കണം. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളിലൂടെ സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ വരും തലമുറകൾക്ക് അനുഗ്രഹമായി തീരണം. ഒരനുഗ്രഹമായി തീരാൻ വേണ്ടി ഇനി പുതിയ കോഴ്സിനൊന്നും പോകണ്ട, പുതിയ പൊസിഷനൊന്നും കിട്ടണ്ട, സ്ഥാനലബ്ധിയൊന്നും വേണ്ട. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്നേഹിച്ച് അവനോടൊന്നിച്ച് ദിവികാരുണ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറായാൽ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മുടെ വ്യക്തിത്വത്തിലൂടെ പ്രവഹിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ മനോഹരമാക്കി തീർക്കും. ഈ ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ സമാപനത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ദാഹിക്കണം. കർത്താവെ, ഇന്നുവരെയും ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ വെളിപ്പെടുത്തുന്ന, ദൈവശക്തി പ്രകടമാക്കുന്ന, ദൈവത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന ഒരു ദൈവമകനും ദൈവമകളുമായി ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ എൻ്റെ ദൈവമേ, അങ്ങയോട് എന്നെ കൂടുതൽ ചേർക്കണമേ. വിശുദ്ധ കുർബാനയിലൂടെ നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, സംതൃപ്തിയുള്ളൊരു മനുഷ്യനായി ജീവിക്കാൻ, പരാതിയും പിറുപിറുപ്പും ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി തീർക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.